Okay, then next line നോക്കുക. You rub little coconut oil, parting gentle as a breeze. അപ്പൊ പറഞ്ഞു ഇളം കാറ്റ് പോലെയാണല്ലേ ഗ്രാൻഡ് എന്ത് ചെയ്യുന്നത്, ആ മുടി പാർട്ട് ചെയ്യുന്നത് പോലും. It is like a breeze. The parting is like a breeze. And mummy, she is always in a hurry burry rush. ഇനി അമ്മേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത്രയും സമയം ഗ്രാൻഡ്മേനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് അമ്മേനെ കുറിച്ചിട്ടാണ്. മമ്മി ഷീ ഈസ് ഓൾവേസ് ഇൻ എ ഹറി ബറി റഷ്. നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഗ്രാൻഡ്മ എങ്ങനെയാന്ന് പറഞ്ഞത്, ഷീ ഈസ് പാർട്ടിങ് ഹർ ഹെയർ like a breeze and she is taking too much time to comb her hair and she is showing such care to that girl അല്ലേ. നേരെ ഓപ്പോസിറ്റ് ആണ് അമ്മ. ഷീ ഈസ് ഓൾവേസ് ഇൻ എ ഹറി ബറി റഷ്. അമ്മ എന്ത് ചെയ്യുന്നത്, മുടി കിട്ടുന്ന സമയത്ത് മുടി ഇവിടുന്ന് വിളിക്കുന്നു അല്ലെ. ധൃതിയാണ് അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഒരുപാട് പണികൾ അപ്പുറത്ത് ചെയ്യാനുണ്ട്. അതിനിടയ്ക്കായിരിക്കും നമ്മുടെ മുടി കെട്ടാൻ വേണ്ടി വരുന്നത് അല്ലെ. ആസ്വദിച്ച് അമ്മ മുടി എടുത്ത് തരുമോ? ഇല്ല, സ്പീഡിൽ വാരി തരും. അവർക്ക് വേദന എടുക്കുന്നുണ്ടോ ഒന്നും നോക്കില്ല അല്ലെ. എന്നിട്ട് മമ്മി ഷീ ഈസ് ഓൾവേസ് ഇൻ ഹറി ബറി റഷ്. ഷി പുൾസ് മൈ ഹെയർ സംടൈംസ് ഷി ടക്സ്. അവള് എന്റെ മുടി എന്ത് ചെയ്യാൻ ആൻശ്വാസേ, ഷി പുൾസ് മൈ ഹെയർ. അവൾ എന്റെ മുടി തള്ളും, ഇങ്ങനെ തള്ളും. ആൻഡ് ഷോസ്റ്റാനോടെ വീഡിയോ ആൻഡ് സേബ തോമസ്. ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ. ഒന്നാമത്തെ ക്ലാസ് കിട്ടുന്നില്ല. അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഈ വീഡിയോ ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം? ഓക്കെ, നോക്ക പറഞ്ഞോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ. ആൻഡ് ഷോസ് നോക്കുക. ഷി പുൾസ് മൈ ഹെയർ. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ എന്റെ മുടി അങ്ങോട്ടേക്കൊന്ന് പുള്ള് ചെയ്യുന്നുണ്ട്, തള്ളുന്നുണ്ട് അല്ലേ. പിന്നെ സംടൈംസ് ഷി ടക്സ് മൈ ഹെയർ. ടക്സ് ഹിയർ മീൻസ് വലിക്കുക. ടക്സ് മീൻസ് വലിക്കുക, പുറകോട്ട് വലിക്കല്ല. അമ്മ മുടി വരുന്ന സമയത്ത് പുറകോട്ട് അമ്മ വലിക്കും. സംടൈംസ് ഷി ടക്സ്. യു ക്യാൻ റൈറ്റ് ദ മീനിങ് ഓഫ് ടക്സ്. ടഗ് മീൻസ് ശക്തിയായിട്ട് വലിക്കുക. ടക്സ് ശക്തിയായിട്ട് വലിക്കുന്നതിന് ടക്സ് എന്ന് പറയാം. ഓക്കെ, then sometimes she tucks. But Granny, you have all the time in the world, and when you are finished, you always turn my head and say, now who is a nice girl? എന്നിട്ട് ഒന്നുകൂടി ഗ്രാൻഡ്മനോട് പറയാണല്ലേ. But Granny, അമ്മ അങ്ങനെയാണെങ്കിലും Granny, you have all the time in the world. ഈ ലോകത്തിലേക്കും വെച്ചിട്ട് നിനക്ക് ഏറ്റവും കൂടുതൽ സമയമുണ്ടല്ലേ. You have all the time in the world. നിനക്ക് ഒരുപാട് സമയമുണ്ട്. ആൻഡ് വെൻ യു ആർ ഫിനിഷ്ഡ്, നീ എന്റെ മുടി വാരി കഴിഞ്ഞതിന് ശേഷം, വെൻ യു ആർ ഫിനിഷ്ഡ് ടു കോം മൈ ഹെയർ, യു ഓൾവേസ് ടേൺ മൈ ഹെഡ് അല്ലെ. എന്റെ മുഖത്തേക്ക് നീ എന്നെ നോക്കിയിട്ട് ടേൺ ചെയ്തിട്ട് എന്ത് ചോദിക്കും, നൗ ഹു ഈസ് ദ നൈസ് ഗേൾ. അമ്മമ്മ എന്ത് ചോദിക്കും അല്ലേ. നമ്മള് കുഞ്ഞു മക്കളല്ലേ അമ്മമ്മമാർക്ക്. എന്ത് ചോദിക്കും, ഇപ്പൊ ആരാണ് അമ്മമ്മന്റെ മോള് എന്നൊക്കെ ചോദിക്കും അല്ലെ. മുടിയൊക്കെ വാരി സുന്ദരിയാക്കി തരുമ്പോ മുടിയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ മോള് ആരാണ്, ആരാ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുന്ദരി, ആരാ സുന്ദരി കുട്ടി എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഈ ഗ്രാൻഡിയും ചോദിക്കുന്ന കുട്ടീനോട് ഹു ഈസ് എ നൈസ് ഗേൾ നൗ അല്ലെ. മുടിയൊക്കെ വാർന്ന് തന്ന് കെട്ടി തന്നിട്ടാകുമ്പോ അമ്മമ്മ ചോദിക്കും ടേൺ ചെയ്തിട്ട്, ഹു ഈസ് എ നൈസ് ഗേൾ, ആരാണ് നൈസ് ഗേൾ. അത്രയാണ് നമ്മുടെ പോയിന്റ്. Granny, please comb my hair. You always take your time. You always take such care. The girl asking to the granny that, Granny, please comb my hair. നീ എന്റെ മുടി ഒന്ന് വാരി തരുമോ? And you always take your time and you always take such care. You show such care to me and you take enough time to comb my hair. You put me on a cushion between your knees. And I'm sitting on a cushion and that cushion is putting between the knees of the grandma. And you rub a little coconut oil, parting gentle as breeze. Okay, when you comb my hair, you took some coconut oil and you rub my hair. And
You parting my hair as gentle as a breeze. Then mummy. Next the girl, the speaker is a girl. Next the girl is talking about her mother, and she says her mother is always in a hurry rush, and she pulls her hair. Sometimes she tucks her hair, and again the girl says to the grandma that grandma or granny, you have all the time. The girl says that her grandma has enough time in the world, and after finish to comb her hair, the granny turns her face and she asks, now who is the nice girl? Now who is the nice girl? That's a poem written by Grace Nichols. Okay, then shall we wind up the class? Okay, നമുക്ക് ഇനി പേജ് നമ്പർ 11 റീഡ് ആൻഡ് റൈറ്റിംഗ് കൂടി ചെയ്താലോ? റീഡ് ആൻഡ് റൈറ്റിംഗ് കൂടി നമുക്ക് ചെയ്യാം. യെസ്, write T for true and F for false. First one, Granny always combs the girl's hair carefully. Granny always combs girl's hair carefully. Is it true or false? True ആണല്ലേ? Then you can write the T. First one, T. You can write the T. Granny always combs the girl's hair carefully. And second one, the girl sits on a chair to get her hair combed.